കണ്ടുവരുന്ന ഒരു കോമൺ കംപ്ലൈൻ്റ് ആണ് വണ്ടിയുടെ മീറ്റർ ഷെല്ലിന് ക്രാക്ക് വീട് കംപ്ലൈൻ്റ് ആവുന്ന ഒരു ഇഷ്യൂ. എൻ്റെ വണ്ടിയുടെ മീറ്റർ ഷെല്ല് ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ബൈക്സ് വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ്. എസ്പെഷ്യലി യൂസ്ഡ് KTM ബൈക്സ് വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും അല്ലാതെ യൂട്യൂബിൽ കമൻസിലും ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് യൂസ്ഡ് KTM അല്ലെങ്കിൽ യൂസ്ഡ് ബൈക്സ് വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, അപ്പോൾ നിങ്ങളൊരു യൂസ്ഡ് KTM അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് വണ്ടിയുടെ RC ബുക്കിലെ ഡീറ്റെയിൽസും വണ്ടിയുടെ അല്ലാണ്ടുള്ള ഡീറ്റെയിൽസും തമ്മിൽ വെരിഫൈ ചെയ്ത് നോക്കുക. മെയിനായിട്ട് വണ്ടിയുടെ ചേസ് നമ്പർ, വണ്ടിയുടെ എൻജിൻ നമ്പർ, ഇതൊക്കെ RC ബുക്കിൽ ഇതുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടോ, എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കുക. ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, വണ്ടിയുടെ ഈ ബാരൻറ്റിലൊക്കെ എന്തെങ്കിലും സ്ക്രാച്ചസോ മാർക്സോ ഉണ്ടെങ്കിൽ, അതോ വണ്ടിയുടെ എൻജിൻ കേസിൽ എന്തെങ്കിലും സ്ക്രാച്ചസോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ വണ്ടിയിൽ റീപെയിൻ്റ് ഉണ്ടോ, വണ്ടിയിൽ പുട്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അതൊക്കെ ശ്രദ്ധിക്കാം. വണ്ടിക്ക് ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഉണ്ടോ, വണ്ടി എന്തെങ്കിലും മറിഞ്ഞിട്ടുണ്ടെങ്കിലോ ആക്സിഡൻ്റ് ആയിട്ടുണ്ടെങ്കിലോ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അത്യാവശ്യം നല്ല വെയിലുണ്ട്. നമുക്ക് ബാക്കി ഡീറ്റെയിൽ വണ്ടി ഓടിച്ചിട്ട് സംസാരിക്കാം. പിന്നെ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം വണ്ടി പ്രോപ്പർലി സർവീസ്ഡ് ആണോ എന്നാണ്. വണ്ടി പ്രോപ്പർലി സർവീസ്ഡ് ആണോ, വണ്ടിയുടെ കിലോമീറ്റർ ജെന്യുവൻ ആണോ, വണ്ടിയുടെ മീറ്ററിൽ കാണിക്കുന്ന കിലോമീറ്ററും സർവീസ് ഹിസ്റ്ററിയിലുള്ള കിലോമീറ്ററും തമ്മിലൊക്കെ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. എപ്പോഴും നിങ്ങളൊരു യൂസ്ഡ് KTM അല്ലെങ്കിൽ ഏതൊരു യൂസ്ഡ് ബൈക്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രോപ്പർലി സർവീസ് റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന ഒരു വണ്ടി എടുക്കുക. പ്രോപ്പർലി മെയിൻറ്റെയിൻഡും പ്രോപ്പർലി സർവീസ്ഡ് ആയിട്ടുള്ളൊരു വണ്ടി തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്കത് പിന്നെ വണ്ടി എടുത്തു കഴിഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ പ്രോപ്പറായിട്ട് മാറേണ്ട പാർട്സൊക്കെ കറക്റ്റ് ടൈമിന് മാറിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് വെച്ചിട്ട് അത് പിന്നെ നിങ്ങൾക്കത് വലിയ വലിയ പ്രശ്നത്തിലോട്ട് മാറും. പിന്നെ നിങ്ങൾ KTMൽ തന്നെ മെയിനായിട്ട് നോക്കേണ്ടത് 390 ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് വണ്ടിയുടെ വാട്ടർ പമ്പ് സീൽ മാറിയിട്ടുണ്ടോ, അതോ വണ്ടിയിൽ കൂളൻ്റ് ഓയിൽ മിക്സിങ് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം അത് കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കംപ്ലൈൻ്റ് ആണത്, വണ്ടിയുടെ കൂളൻ്റ് ഓയിലും തമ്മിൽ മിക്സ് ആവണത്. അത് സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു 300 റുപ്പീസിനകത്ത് മാത്രമേ അതിന് ചിലവ് വരുന്നുള്ളൂ. അതിൻ്റെ വാട്ടർ പമ്പ് സീൽ കറക്റ്റായിട്ട് മാറിക്കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. KTM ബൈക്സിൽ കണ്ടുവരുന്ന ഒരു കോമൺ കംപ്ലൈൻ്റ് ആണ് വണ്ടിയുടെ മീറ്റർ ഷെല്ലിന് ക്രാക്ക് വീട് കംപ്ലൈൻ്റ് ആവുന്ന ഒരു ഇഷ്യൂ. എൻ്റെ വണ്ടിയുടെ മീറ്റർ ഷെല്ല് ഓൾറെഡി റീപ്ലേസ് ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ പഴയ വീഡിയോയിൽ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, റീപ്ലേസ് ചെയ്തേക്കുന്നത്. നമ്മൾ ഈ വണ്ടിയിൽ പുറത്തുനിന്ന് ചെയ്തേക്കുന്ന ഏക വർക്ക് അത് മാത്രമാണ് എൻ്റെ വണ്ടിയിൽ ചെയ്തേക്കുന്നത്. മീറ്റർ ഷെല്ല് മാത്രം നമ്മൾ പുറത്തുനിന്ന്, അത് ഷോറൂമിൽ ചെയ്യില്ല അവർ. അതുകൊണ്ട് ഷെല്ല് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് പുറത്തുനിന്ന് തന്നെ ഫിറ്റ് ചെയ്തു. പുറത്തുനിന്ന് തന്നെയാണ് റീപ്ലേസ് ചെയ്തേക്കുന്നത്. സോ മെയിനായിട്ട് ഓൾഡർ KTMസിൽ കണ്ടുവരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് മീറ്റർ ഷെല്ലിൽ ക്രാക്ക് വന്ന് അതിനകത്തോടെ വെള്ളം ഇറങ്ങി മീറ്റർ അടിച്ചു പോകുക, അല്ലെങ്കിൽ ഈർപ്പം നിന്ന് ഇത് ചെയ്യുക, സ്വിച്ച് വർക്ക് ആവാണ്ടാവുക. അങ്ങനെ നിങ്ങൾക്ക് മീറ്റർ റീപ്ലേസ് ചെയ്യേണ്ടി വരും. പിന്നെ മീറ്റർ റെഡിയാക്കാനും പറ്റും. അഥവാ നിങ്ങളുടെ മീറ്റർ ഷെല്ല് നിങ്ങളിപ്പോൾ നോക്കാൻ പോകുന്ന വണ്ടിയിൽ മീറ്റർ ഷെല്ലിൽ ചെറിയ ക്രാക്ക് ഉണ്ടെങ്കിൽ എടുത്ത ഉടനെ തന്നെ അതിൻ്റെ ഷെല്ല് റീപ്ലേസ് ചെയ്യുക. നിങ്ങൾക്ക് ഷെല്ല് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിപ്പോൾ ചെറിയ ക്രാക്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളത് റീപ്ലേസ് ചെയ്യുക മസ്റ്റായിട്ട്. ഇല്ലെങ്കിൽ ചെറിയ ഈർപ്പം നിന്നാൽ മതി മീറ്റർ അടിച്ചു പോകാൻ. പിന്നെ നിങ്ങൾ ടോട്ടലി വണ്ടി ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുക. വണ്ടിയിൽ എവിടെയെങ്കിലും വെൽഡിങ് മാർക്സ് ഉണ്ടോ, ഫാക്ടറി വെൽഡിങ്സ് അല്ലാതെ പുറത്തുനിന്നുള്ള എന്തെങ്കിലും വെൽഡിങ് മാർക്സ് ചെയ്സിലോ അല്ലാണ്ടുള്ള മെറ്റൽ പാർട്സിൽ എവിടെയെങ്കിലും അല്ലാണ്ടുള്ള വെൽഡിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും വെൽഡിങ്ങോ കാര്യങ്ങളോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ആ വണ്ടി ചൂസ് ചെയ്യാണ്ടിരിക്കുക. വണ്ടിയുടെ ചെയ്സിനോ കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും വെൽഡിങ് വന്നിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ടോട്ടൽ ബാലൻസ് തന്നെ മാറിപ്പോവും, വണ്ടിയുടെ ടോട്ടൽ ഹാൻഡ്ലിങ് തന്നെ മാറിപ്പോവും. ഇതിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് ഒരുപാട് ഓടിയ വണ്ടിയാണെങ്കിലും അതൊരു കിലോമീറ്റർ താത്തടിച്ച് സെയിൽ ചെയ്യുന്നത്. സോ എപ്പോഴും നിങ്ങൾ വണ്ടിയുടെ കിലോമീറ്ററിൻ്റെ ജെന്യൂനിറ്റി ചെക്ക് ചെയ്യുക. ഇപ്പോൾ കുറച്ച് ഓടിയ വണ്ടിയാണെങ്കിലും പ്രോപ്പർലി സർവീസ് ആൻഡ് മെയിൻറ്റെയിൻ ആണെങ്കിൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാതെ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതേസമയം നിങ്ങൾ ലോ കിലോമീറ്റർ ഉള്ളൊരു വണ്ടി നോക്കി അതിപ്പം നിങ്ങൾ കിലോമീറ്റർ മാത്രം നോക്കി പെട്ടെന്ന് നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നീടായിരിക്കും അറിയുന്നത്. അതുകൊണ്ട് എപ്പോഴും വണ്ടിയുടെ കിലോമീറ്ററിൻ്റെ ജെന്യൂനിറ്റി ചെക്ക് ചെയ്യുക. ലോ കിലോമീറ്റർ കണ്ടിട്ട് ഓടിപ്പോയി വണ്ടി എടുക്കാണ്ടിരിക്കുക. പിന്നെ നിങ്ങൾക്ക് വണ്ടിയിൽ ബാർഗെയിൻ ചെയ്ത് പ്രൈസ് കുറയ്ക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് വണ്ടിയുടെ ചെയിൻ സ്പ്രോക്കറ്റ് കണ്ടീഷൻ, വണ്ടിയുടെ ടയറിൻ്റെ കണ്ടീഷൻ, പിന്നെ ഓവറോൾ ഉള്ള വണ്ടിയുടെ ഇലക്ട്രിക്കൽസിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, എല്ലാം വർക്കിംഗ് ആണോ, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വർക്കിംഗ് ആണോ, വണ്ടിയുടെ ലൈറ്റ്സ് എല്ലാം വർക്കിംഗ് ആണോ, ടെയിൽ ലാമ്പ് വർക്കിംഗ് ആണോ, അങ്ങനെ ഇലക്ട്രിക്കൽസ് എല്ലാം വർക്കിംഗ് ആണോ, ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രൈസ് ബാർഗെയിൻ ചെയ്ത് മാക്സിമം കുറയ്ക്കാൻ പറ്റും. സോ അതൊക്കെ എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇലക്ട്രിക്കൽസ് എല്ലാം പക്ക വർക്കിംഗ് ആണോ. പിന്നെ വണ്ടിയിൽ എന്തെങ്കിലും റീപെയിൻ്റ് ഉണ്ടോ, വണ്ടിയിൽ കിറ്റൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ,
അങ്ങനെ എല്ലാം ചെക്ക് ചെയ്യുക. ഓവറോൾ വണ്ടിയിൽ എന്തെങ്കിലും പുട്ടി വർക്ക്സോ കാര്യങ്ങളോ പുട്ടി കയറിയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. സോ അതൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് മാക്സിമം കുറച്ച് ബാർഗെയിൻ ചെയ്ത് കുറയ്ക്കാൻ പറ്റും. നിങ്ങൾ ഓൾഡർ 390s ആണ് കൂടുതലായിട്ട് നോക്കുന്നെങ്കിൽ ഒരു 2015 ശേഷമുള്ള 390 എടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം വണ്ടിയിൽ 15 ശേഷം സ്ലിപ്പർ കച്ച് വരുന്നുണ്ട്. 2015 കഴിഞ്ഞ് വരുന്ന മോഡൽസിൽ സ്ലിപ്പർ കച്ച് വരുന്നുണ്ട്. അതിന് മുന്നേ ഉള്ള മോഡൽസ് കുറച്ചുകൂടെ ഹാർഡറായിട്ടുള്ള ക്ലച്ചാണ് വരുന്നത്. പിന്നെ നിങ്ങൾ കുറച്ച് പഴയ മോഡലും കുറച്ച് ഓടിയ വണ്ടിയാണ് നോക്കുന്നെങ്കിൽ നിങ്ങൾ വണ്ടിയുടെ ബ്രേക്ക് റോട്ടേഴ്സ് മസ്റ്റായിട്ട് ചെക്ക് ചെയ്യുക. റോട്ടേഴ്സൊക്കെ മാറാറായിട്ടുണ്ടോ, തിക്നെസ് കുറവാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. റോട്ടേഴ്സിൻ്റെയൊക്കെ തിക്നെസ് കുറവാണോ എന്ന് ചെക്ക് ചെയ്യുക. റീപ്ലേസ് ചെയ്യാറായിട്ടുണ്ടോ നോക്കുക. നിങ്ങൾ ഏത് വണ്ടിയാണോ വാങ്ങാൻ പോകുന്ന വണ്ടി ഒന്ന് നിർബന്ധമായിട്ടും ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കുക. വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് വണ്ടിയുടെ ടോട്ടൽ റൈഡ് ഫീൽ റൈഡ് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നോക്കുക. വണ്ടിയിൽ വൈറ്റ് സ്മോക്കോ അങ്ങനെ എഞ്ചിനിൽ നിന്ന് അൺവാണ്ടഡ് സൗണ്ട്സോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓയിൽ ബേൺ ആവുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ABS പക്കായിട്ട് വർക്ക് ചെയ്ത് നോക്കുക. ക്ലസ്റ്ററിനകത്ത് എന്തെങ്കിലും വാർണിങ്സ് വല്ലതും കത്തിക്കിടപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ABS ഫെയിലിയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ABSന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യാനൊക്കെ നല്ല എമൗണ്ട് ആവും. സോ അതൊക്കെ ഉറപ്പായിട്ടും ചെക്ക് ചെയ്യുക. ABS ഒക്കെ പക്ക വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ബ്രേക്കിംഗ് ഒക്കെ ചെയ്ത് നോക്കുക. കുറച്ച് ഹാർഡ് ബ്രേക്കിങ്സ് ഒക്കെ ചെയ്ത് നോക്കുക. സോ ഗൈസ്, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടി പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് ആണോ എന്ന് മെയിനായിട്ട് ചെക്ക് ചെയ്യുക. അതാണ് നമ്മൾ മെയിൻ ചെക്ക് ചെയ്യേണ്ട കാര്യം. സോ വണ്ടി പ്രോപ്പർലി സർവീസ്ഡ് അല്ലാത്ത വണ്ടി ഒരിക്കലും പോയി എടുക്കാതിരിക്കുക. അത് നിങ്ങൾക്ക് ഭാവിയിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. നാളായിട്ട് യൂസ് ചെയ്യാതിരുന്ന വണ്ടി അല്ലെങ്കിൽ കയറ്റി വെച്ചിരുന്ന വണ്ടിയൊക്കെ ആണ് നിങ്ങൾ വാങ്ങാൻ വേണ്ടി നോക്കുന്നെങ്കിൽ വണ്ടിയുടെ പമ്പിൻ്റെ കണ്ടീഷനോട് ചെക്ക് ചെയ്യുക. ടാങ്കിനകത്ത് റസ്റ്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. മസ്റ്റായിട്ട് ചെക്ക് ചെയ്യണം. ഒരുപാട് നാളുകൊണ്ട് യൂസ് ചെയ്യാതെ കയറ്റി വെച്ചിരിക്കുന്ന വണ്ടിയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വണ്ടിയുടെ ടാങ്കിനകത്തൊക്കെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യണം. റസ്റ്റ് ഉണ്ടോ, അതുപോലെ പമ്പ് ഓക്കെ ആണോ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കാവോ. അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് പമ്പ് റീപ്ലേസ്മെൻറ്റും അങ്ങനത്തെ പരിപാടികളൊക്കെ വരും. അതൊക്കെ നിങ്ങൾക്ക് നല്ലൊരു കോസ്റ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന്, നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇറങ്ങുന്ന കാര്യമാണ് പമ്പിനൊക്കെ പണി വന്നു കഴിഞ്ഞാൽ. സോ അതൊക്കെ എന്തായാലും കയറ്റി വെച്ചേക്കുന്ന വണ്ടികളൊക്കെ നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് അതൊക്കെ ചെക്ക് ചെയ്യണം. സോ ഗൈസ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മൾ മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമേ ഇവിടെ മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ എന്തായാലും വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. സോ നിങ്ങൾക്ക് ഇനിയും കൂടുതലായിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. സോ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.